ഇവിടെ അടുത്ത്. ഞാൻ വെയിറ്റ് ചെയ്യണോ? വേണ്ട, നീ പോക്കോ. നിന്നെ സമ്മതിക്കണം കേട്ടോ, ഇക്കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള ലവ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതൊക്കെ ഒരു ഫീലിംഗാ മോളെ. എന്ത് ഫീലിംഗ്? ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, അതാണ് പൊളി. അതാവുമ്പോ കമ്മിറ്റ്മെന്റ് വേണ്ട. എങ്ങനെ? പക്ഷെ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ എന്ത് ബന്ധം? നിന്നോട് വാദിക്കാൻ ഞാനല്ല മോളെ, പോവാ. അല്ല, നിനക്ക് ഇവിടെ നിന്ന് ഇമ്മാതിരി കോസ്റ്റ്യൂം സെൻസ് ഒക്കെ കിട്ടിയേ? ഇതൊക്കെ ഡ്രാമയിലാണ്. ഞാൻ ഇന്നലെ അയച്ചെന്ന ഡ്രാമ സീരീസ് നീ കണ്ടിരുന്നു? ഇല്ല, കുറച്ചു കണ്ടു, പിന്നെ നിർത്തി. എനിക്ക് വെജ് ഡ്രാമ തീരെ ഇഷ്ടമല്ല. നോൺ വെജ് ആയിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. എവിടെ പോയതാ? ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്യാൻ പോയതാ. നീ എന്താ ലേറ്റ്? ആടാ, അവളെ കൊണ്ട് ചെക്കപ്പിന് പോകണമായിരുന്നു. വലിയ തിരക്കുണ്ടായിരുന്നില്ല, പെട്ടെന്ന് വരാൻ പറ്റി. എടാ, നാളെ ജെനിയുടെ ബർത്ത്ഡേയാ. അവക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. ഒത്തിരി കാശാവാൻ പാടില്ല, പക്ഷെ അവള് ഞെട്ടണം. എടാ, ഞാൻ ലേറ്റ് ആയി, പിന്നെ പറഞ്ഞുതരാം. ഓക്കെ? എടാ, അതെ, പൈസ ചെലവില്ലാത്ത കാര്യം മതി. എന്റെ കയ്യിൽ 5 പൈസയില്ല കേട്ടോ. നിന്റെ ഞാൻ കാശ് മേടിക്കും. കാശിന്റെ വകയൊക്കെ എന്റെ ഉണ്ട്. നീ ഐഡിയ പറ. അത് പറഞ്ഞുതരാം. വൈകിട്ടോ ലേറ്റ് ആയി, ഞാൻ പോട്ടെ. വിട്ടോ വിട്ടോ. ഓക്കെ. മോൾ ഇവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു. ഞാൻ നിന്നെ എവിടൊക്കെ നോക്കി. ഇന്നെന്താ ആങ്ങളൊക്കെ ഒരു സ്നേഹം? സ്വന്തം പെങ്ങള് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയോ നോക്കണ ചേട്ടന്റെ ധർമ്മമല്ലേ? അല്ലേ? നോക്കണ്ട, കാക്കയൊന്നും മലർന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന് പോയി തരോ ജോലി, ഞാനൊന്ന് പഠിച്ചോട്ടെ. പഠിച്ചാ മതി. അവസാനം എൻട്രൻസ് കിട്ടിയില്ലെങ്കിലേ അപ്പ നിന്നെ ശരിയാക്കും. ഓ, ഇയാൾക്ക് വലിയ ബിടെക് കിട്ടിയിട്ട് ഇവിടെ തെണ്ടി നടന്നിട്ട് പപ്പ ഒന്നും പറഞ്ഞൊന്നുമില്ലല്ലോ. അപ്പൊ എനിക്കും കുഴപ്പമൊന്നുമില്ല. മോളെ, എന്റെ പ്രോജക്റ്റ് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ഇന്ത്യ അറിയപ്പെടുന്ന ആനിമേറ്റർ ആവും ഞാൻ. എന്നിട്ട് ഞാൻ ഇതിനുള്ള മറുപടി പറയും. ഓക്കെ? ഓ, അപ്പ കാണാം. ഓ ഓ ഓ ഓ. ഹലോ റോണി സാറേ, ഞാനൊരു പുതിയ പ്രോജക്റ്റ് മെയിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലല്ല, ഈ തവണ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു കണ്ടന്റ്. സാറൊന്ന് ചെക്ക് ചെയ്യണേ. ശരി സാർ, താങ്ക് യു. നിന്നോട് ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ട് നീ നോക്കിയോ? ഗിഫ്റ്റ് ഞാൻ ആലോചിച്ചിട്ട് അങ്ങനെ ഐഡിയ ഒന്നും കിട്ടുന്നില്ല. നീ ഒരു കാര്യം ചെയ്ത്, നീ അവളെ തന്നെ വിളിച്ചു നോക്കി. ഇത്രേ ഉള്ളൂ. വിളിക്കാല്ലേ? വിളിക്ക്. നിന്റെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു സാധനം മേടിക്കാലോ. ഹലോ ജെനി, ഞാൻ അയാൾക്കൊരു ഗിഫ്റ്റ് മേടിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുമോ? ചക്കരയ്ക്ക് എന്തുവാ വേണ്ടേ? എന്തുവാ? ഓക്കെ. എന്താ പറഞ്ഞ? ഇതെന്താ ഞെട്ടിയിരിക്കുന്നേ? എന്തെറ്റി? അല്ല, വളരെ സിമ്പിൾ ഗിഫ്റ്റ്. ഇത്രയും ചെറിയ ഗിഫ്റ്റ് പറയാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലേ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞെട്ടിയതാ. ആഹാ, എന്നാ ഞാനും ഞെട്ടട്ടെ. എന്താണ് സംഭവം? അല്ല, നീ മാറിക്ക്. സമയമില്ല, കടയടയ്ക്ക് സമയം. മാറിക്ക്. അവൻ വരട്ടെ. എടാ ഇറങ്ങടാ, ബിസി അടങ്ങ. അവൻ വരട്ടെ. അതേ അവൻ വന്ന് മാറ്. പോവാ. എടാ, ഞങ്ങളെന്നാ ഇറങ്ങാം. ശരി, ടാറ്റാ, ബൈ ബൈ. അപ്പൊ നീ എന്റെ പാർട്ടിക്ക് വരുന്നില്ലേ? എടാ, എന്റെ ബ്രേക്കപ്പ് പാർട്ടിയാ. അവനിന്നൊരു സന്ധ്യ പ്രാർത്ഥന ഉണ്ട്. ജെനിയുടെ അവിടെ ആയിരിക്കും. അതെ. എന്നാലും എന്റെ പാർട്ടിക്ക് വരായിരുന്നു. ഇല്ലടാ, ഞാൻ അടുത്ത ബ്രേക്കപ്പിന് കൂടാ. കളിയാക്കണ്ടോ ജോലെ? എനിക്കും വരും ഒരു ത്രൂ ഔട്ട്. ഓ, ആയിക്കോട്ടെ. ശരിയടാ, ടാറ്റാ. പൊക്കോ. എന്താടാ ഇവിടെ? ചുമ്മാ. പിന്നെ ചുമ്മാ വന്നിരിക്കാ. ഇത് വേളാങ്കണ്ണി പള്ളിയല്ലേ? എന്തായാലും അങ്കിളിന് സന്തോഷമായി. എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ ഒരാളാ. എനിക്ക് പോണം, പ്രോജക്റ്റിന് സാധനം മേടിക്കാനുള്ള. എത്ര രാത്രിയായാലും എന്ത് സ്ഥാനമായാലും എന്റെ അങ്കിള് വാങ്ങിച്ചു. വണ്ടി എടുക്കേ, വണ്ടി ഇടാ. ഇങ്ങനെ എന്നടാ എല്ലാരും തുടങ്ങണേ? പ്രോജക്ട് റിപ്പോർട്ട് എന്നൊക്കെ പറയുമോ? അങ്കിളെ വീട്ടിലല്ലോ അല്ലേ? പണ്ട് നീ നേരെ എടുക്കല്ലേ? ഇങ്ങോട്ട് പതുക്കെ പോണേ.
ഇതൊക്കെ ഇതാ ഞാൻ പിടിച്ചിട്ടുണ്ട്. ശബ്ദം ഉണ്ടാക്കല്ലേ? അടക്കി. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഈ കോണിപ്പടി കയറുന്ന കുറച്ച് കഷ്ടപ്പാടാ. അയ്യോ, എന്നാ ഞാൻ നിനക്ക് ഹെലികോപ്റ്റർ വാങ്ങിച്ചു തരാം. മാറിക്കടാ. ചെല്ലേ, പോയി ബാഗ് എടുക്ക്. എവിടെ കിട്ടിയില്ലേ? സാധനമൊക്കെ ഉണ്ട്. 12 മണിയാകുമ്പോ എടുക്കാം. എടാ പൊട്ടാ, ആ ക്ലോക്ക് വർക്ക് ആവില്ല. എടുക്ക്. അങ്ങോട്ട് നോക്കിക്കേ. എന്തിനാ? നോക്കിക്കേ പ്ലീസ്. എങ്ങനെയുണ്ട്? ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. ഇഷ്ടപ്പെട്ടോ? അല്ല, വണ്ടിയില്ലാത്ത എനിക്ക് എന്തിനാണ് ഹെൽമെറ്റ്? വെച്ചോ, നാളെ ആവശ്യം വരും. പോയി സാധനം എടുക്കടാ. എടുക്ക്. എവിടെ? ഞാനെന്നാ പോയി ഗ്ലാസ് എടുക്കട്ടെ. ബിയർ കുപ്പിയോടടിക്കുന്നയാ ഫിറ്റ്. പൂസാവണ്ടേ? ആ താ. ആ, അങ്ങനല്ല. എടുക്ക്. Cheers. എടാ, നീ ഇനി ഞാൻ പറഞ്ഞ സാധനം എടുക്ക. ഇതൊരടിച്ച് ഫിറ്റാവല്ലേ? ഞാനോ? ഇതൊക്കെ എവിടുന്ന് പഠിക്കുന്ന ഈ പേരൊക്കെ? ആമ്പിള്ളേര് പോലും കേട്ടില്ലല്ലോ. സോജു നിങ്ങൾ കേൾക്കാത്ത പല സാധനങ്ങളും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പെണ്ണെന്നെ സുമ്മാവാ. മോളെ, ആദ്യം ഒരു പ്ലേറ്റിൽ ഉപ്പുപൊടി ഇട്ട് ഒരു ഗ്ലാസ് എടുത്ത് കമഴ്ത്തി വെച്ച് കറക്കുക. എന്നിട്ട് മുളകരിഞ്ഞ് ഗ്ലാസ്സിലേക്ക് ഇടുക. ഇനി അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. പിന്നെ നമ്മുടെ കൊറിയൻ സ്പെഷ്യൽ ഐറ്റം സോജു അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം സോജുവിന് നോവാത്ത രീതിയിൽ സോഡ അങ്ങ് ഒഴിക്കുക. അപ്പൊ പതഞ്ഞു വരുന്ന കാണാം. പിന്നെ വേണമെങ്കിൽ ഒരു റൊമാൻറ്റിക് മൂഡിന് വേണ്ടി ഒരു സ്ട്രോബെറി കൂടി പിഴിഞ്ഞൊഴിച്ച എന്റെ മോളെ സംഭവം കളറാവും. ഇതുപോലത്തെ കൂട്ടുകാരി ഒന്നേ ഉള്ളോ? ഒരെണ്ണേ ഉള്ളൂ. ധാരാളം.